പ്രിയമുള്ളവരെ, വചനജ്വാല 1257 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 8 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 33 സങ്കീർത്തനം 12 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. തന്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. സൈന്യബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല. കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നുമില്ല. പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ്. അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിന് രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജെറോം എമിലിയാനിയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. വെനീസിലെ ഒരു കുലീന കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഒരു പടയാളിയായി ജീവിതം ആരംഭിച്ച ജെറോം ഗവർണർ ആയിരിക്കുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചു. രക്ഷിക്കാനായി ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ ബന്ധനങ്ങൾ ഭേദിച്ച് സ്വതന്ത്രനാക്കി. ത്രിസീവിയിലേക്ക് മടങ്ങി മാതാവിന്റെ ബലിപീഠത്തിങ്കൽ ആ ചങ്ങലകൾ തൂക്കിയിട്ടു. വെനീസിലെ സ്വഭവനത്തിൽ ഉപവി പ്രവർത്തനങ്ങളിൽ മുഴുകി. അനാഥരെ ആവും വിധം സഹായിക്കുകയും അനാഥശാലകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഒരു മഗ്ദലേന ഭവനവും ഒരു ആശുപത്രിയും സ്ഥാപിച്ചു. ചില അൽമായരും വൈദികരും അനാഥരെ പഠനത്തിൽ സഹായിച്ചു. അവർക്കു വേണ്ടി ക്ലെരിക്സ് റെഗുലർ എന്ന ഒരു സന്യാസ സഭ ഉടലെടുത്തു. രോഗീ സന്ദർശനങ്ങളെ തുടർന്ന് അവരിൽ നിന്നും പടർന്ന രോഗത്താൽ 56 വയസ്സിൽ വിശുദ്ധ ജെറോം എമിലിയാനി ദിവംഗതനായി.
1928 പിയൂസ് 11 മാർപ്പാപ്പ അനാഥരുടെയും പരിത്യക്തരായ കുട്ടികളുടെയും മധ്യസ്ഥനാക്കി ജെറോം എമിലിയാനിയെ ഉയർത്തി. വിശുദ്ധ ജെറോം എമിലിയാനിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കും വിശുദ്ധ ജെറോം എമിലിയാനിയെ പോലെ പാവങ്ങളോട് കരുണ കാണിക്കാനുള്ള കൃപയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.